ഇത് വിശ്വസിക്കാനും പൂർണ്ണമായി ആ വഴിയിലൂടെ ആശ്രയിച്ച് സഞ്ചരിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, യെശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം മനോഹരമായിട്ടുള്ളൊരു അധ്യായമാണ്. അതിൽ 16 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വചനം വായിക്കുന്ന സമയം തന്നെ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തിയിൽ അങ്ങ് പൂർണ്ണമായിട്ടുള്ള അങ്ങ് വിശ്വാസം അങ്ങ് എല്ലാവരുടെ ഉള്ളിൽ അങ്ങ് കത്തിജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുകയാണ്. അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച് തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. സംഭവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വഴിയും ഇല്ലാത്തിടത്ത് വഴി വെട്ടുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. ഇതാഴമായിട്ട് നമ്മളങ്ങ് വിശ്വസിക്കണം. ജെറമ്യയുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ല. മക്കളെ അങ്ങനെ ചിന്തിക്കല്ലേ. കർത്താവ് പറയും, നാശത്തിന് വേണ്ടിയല്ല ഞാൻ നശിച്ചു, ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ നശിക്കുന്നതാണ് അല്ല. ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാ? നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ശുഭമായ ഭാവി നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതാണ് നമ്മൾ ആഴമായി വിശ്വസിക്കുന്ന, നമ്മളെല്ലാവരും ആഴമായി വിശ്വസിക്കുന്ന കാര്യം. അസാധ്യമെന്ന് തോന്നുന്നിടത്ത് വഴിവെട്ടുന്നവനാണ് ദൈവം. ദൈവത്തിന് ഞാൻ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? കർത്താവ് പ്രവചനങ്ങൾക്ക് അതീതനാണ്. അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ കർത്താവ്. കർത്താവിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കുന്ന കർത്താവ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യം എന്താ? ഒരു വഴിയില്ല, മുമ്പിൽ ചെങ്കടലാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടലാണ്. മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ല. മോശ അവിടെ നിൽക്കുക, ആയിരക്കണക്കിന് ആളുകൾ മോശയുടെ പിന്നാലെ. ഒരു വഴിയില്ലാത്തടത്ത് അൺപ്രഡിക്റ്റബിൾ. ഈ വഴിക്ക് തന്നെ കർത്താവിന് കൊണ്ടുവരണമായിരുന്നു അവരെ. ഇങ്ങനെ തന്നെ പോകണമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. വേറെ വഴിക്ക് പോകാമായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കും. എന്താ ഈ മരുഭൂമിയുടെ അവിടെ കൊണ്ട്, ആ വഴിയിലൂടെ കൊണ്ട്, ചെങ്കടൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കർത്താവ് അൺപ്രഡിക്റ്റബിളാണ്. പക്ഷേ കടലിൽ വഴിവെട്ടുന്നവനാണ് ദൈവം. യെശയ്യാ 43:16 സമുദ്രത്തിൽ വഴിവെട്ട് അൺപ്രഡിക്റ്റബിളാണ് കർത്താവിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ചെങ്കടൽ, മോശ ആ വടി ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ശക്തമായ കാറ്റയച്ച് കടലിനങ്ങ് വിഭജിക്കുകയാണ് രണ്ടായിട്ട്. സമുദ്രത്തിൽ പാത വെട്ടുന്നവനാണ്, വഴി വെട്ടുന്നവനാണ് ദൈവം. അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ സമുദ്രത്തിൽ അടികൂടിയും മോളികൂടെയൊക്കെ വഴി വെട്ടിയ ചരിത്രങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മനുഷ്യൻ്റെ കഴിവുകൊണ്ട് വെട്ടിയതായിട്ടൊക്കെ നമ്മൾ കാണും. നമ്മൾ ആലോചിച്ച് നോക്കി, ചെങ്കടൽ വിഭജിച്ച കർത്താവിൻ്റെ പദ്ധതി അൺപ്രഡിക്റ്റബിളാണ് കർത്താവ്. ഇത് എപ്പോഴും ഓർക്കണം. നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകരുത്. കർത്താവ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുകയെന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കരുത്. കർത്താവ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. EWTN സ്ഥാപകയായ മദർ ആഞ്ചലിക്ക പറയുന്ന ഒരു അനുഭവമുണ്ട്. അലബാമയിൽ അവരുടെ സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ കർത്താവ് വലിയൊരു പ്രചോദനം കൊടുക്കുകയാണ്. EWTN എന്ന് പറയുന്ന വലിയ ഒരു സുവിശേഷ ചാനൽ ആരംഭിക്കണം. ആർക്കാണ് അതിനുള്ള വെളിപാട് കർത്താവ് കൊടുത്തത്? മദർ ആഞ്ചലിക്ക. അവർ ഒരു ക്ലോയിസ്റ്റർ കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. ക്ലോയിസ്റ്റർ കോൺവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർ ആവൃത്തി വിട്ട് അവർ പുറത്തേക്ക് പോവില്ല. അവർക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല. ആവൃത്തിയുടെ ഉള്ളിലാണ് ജീവിക്കുക. ദൈവത്തിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി നോക്കണേ. ഇങ്ങനെ ഒരാളെയാണ് ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്? വാതിൽ കർത്താവ് തുറക്കും, നീ നിന്നാൽ മതി, കർത്താവ് തുറന്നോളും വാതിലൊക്കെ. അങ്ങനെ ഈ അമ്മ, ക്ലോയിസ്റ്റർ കോൺവെൻറ്റ്, ആവൃത്തിക്ക് പുറത്തു പോകാത്ത അമ്മ EWTN ചാനൽ തുടങ്ങുകയാണ്. അമ്മ പറയുന്ന ഒരു അനുഭവമുണ്ട്, മദർ ആഞ്ചലിക്ക പറയുന്ന ഒരു അനുഭവം. $6 മില്യൺ വേണമായിരുന്നു അമ്മയ്ക്ക്. ഇപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പം ഇന്ന് ഈ $6 മില്യൺ കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങാൻ പറ്റില്ല. ചാനലിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മദർ ആഞ്ചലിക്ക അത് കൊണ്ടുവന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇറക്കി വെച്ചോ, പൈസ ഞാൻ പിന്നെ തരാം. അയാൾ പറഞ്ഞു, മദറെ, ഇന്ന് പൈസ തന്നില്ലെങ്കിൽ ഈ വണ്ടികൾ തിരിച്ചു പോകും, പിന്നീട് ഒരിക്കലും ഞങ്ങൾ വരില്ല ഇത് തരാനായിട്ട് എന്ന് പറയത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എല്ലാ വഴികളും അമ്മയുടെ മുമ്പിൽ അടഞ്ഞു പോവുകയാണ്. ലാസ്റ്റ് ഡേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വഴി, ആവൃത്തിക്ക് പുറത്തു പോകാൻ പറ്റില്ല. വാതിൽ വെട്ടുന്നവൻ ദൈവമാണ്, ഇത് വിശ്വസിക്കുകയാണ്. ഈ പാവം അമ്മ ആവൃത്തിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, വേറെ ഒന്നുമില്ല. ആ ദിവസം അമ്മയ്ക്കൊരു ഫോൺ കോൾ ലഭിക്കുകയാണ്. അമ്മ ഫോൺ എടുത്തു, മദർ ആഞ്ചലിക്ക ഫോൺ എടുത്തു. ആ ഫോണിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം. മദറിന് എന്നെ മനസ്സിലായോ? ഇല്ല. മദർ, ഞാനൊരിക്കൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മദർ തന്ന ഒരു ലീഫ്ലെറ്റ് വായിച്ചിട്ടാണ് ഞാൻ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ലാസ്റ്റ് ഡേയിലാണിത് പറയുന്നത്. ഏത് ഈ സാധനങ്ങൾ ഇറക്കി വെച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ EWTN ഇല്ല. കണ്ടോ, ഈ സംഭവം നടന്നില്ലെങ്കിൽ ഇന്ന് EWTN എന്ന് പറയുന്ന ചാനലില്ല. വലിയൊരു ചാനലാണ്, ശാലോം പോലെ തന്നെ വലിയൊരു ചാനലാണത് EWTN എന്ന് പറയുന്ന ചാനൽ, ഇംഗ്ലീഷ് വാർത്താ ലോകത്ത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് അയാൾ വിളിച്ചിട്ട് പറയാം, മദറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പം മദർ പറഞ്ഞു, എനിക്ക് $60 ലക്ഷം വേണം. അന്നത്തെ 60 ലക്ഷം, 10-50 കൊല്ലം മുമ്പത്തെ $60 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് $600 ലക്ഷം ഇക്വലൻ്റ് ആവും. അതിന് കൂടുതലായിരിക്കും. അത്രയും ലക്ഷം വേണം എനിക്ക്. മദറെ, ഇന്ന് മദറിൻ്റെ ഹൗസിലേക്ക് $6 മില്യൺ, $60 ലക്ഷം എത്തും. മദർ പറഞ്ഞു, ദൈവമാണ് നിന്നെ അയച്ചത്, ദൈവമാണ് മോനെ നിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് ഈ എക്യുപ്മെൻ്റ് ഇറക്കി വെക്കാനായിട്ട്. അങ്ങനെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാന നിമിഷത്തിൽ ഒരു വാതിലങ്ങ് തുറക്കുകയാണ്. ഓക്കെ, ദൈവം അൺപ്രഡിക്റ്റബിൾ ആണ്. ദൈവത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പോയേക്കരുത്, ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യരുത്. ഏത് നിമിഷമാണ് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. രണ്ടാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി പറയുന്നതിൽ കൂടെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസുകളാണ്. ഓരോ മനുഷ്യനും. നമ്മൾ വിചാരിക്കരുത് നമ്മളെ കുറച്ച് താഴ്ത്തിയാണ് ദൈവം സൃഷ്ടിച്ചത്. ചില ആളുകളുടെ ചിന്ത അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ ധ്യാനം ശുശ്രൂഷയ്ക്കൊക്കെ ചെല്ലുമ്പോൾ പല യുവജനങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നെ അത്രയും പോരാ, എന്നെ കാണാനും അത്ര പോരാ, എനിക്ക് അത്രയും കഴിവ് ഇല്ല, ഞാൻ അത്രയും വിലപ്പെട്ടവനൊന്നും അല്ല എന്ന്. ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ്, ദൈവം എങ്ങനെയാണ് കാണുന്നത്, ഓരോ മനുഷ്യനെയും കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏശയ്യായുടെ പ്രവചനം 43-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും അമൂല്യനുമാണ്. നിന്നെ ഞാൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നീ അമൂല്യനാണ്, നിനക്ക് പകരം ഞാൻ എന്തും ചെയ്യും. ദൈവം എങ്ങനെയാണ് നോക്കണമെന്നറിയോ? എന്നെയും നിന്നെയും ദൈവം, ഇപ്പോൾ ഒരാളെ ദൈവം നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ലോകത്ത് വേറെ ആരും ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് ദൈവം ഒരാളെ നോക്കുന്നത്. അല്ലാണ്ട് ദൈവം നമ്മൾ പറയുന്ന പോലെയല്ല, എനിക്ക് 100 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ ഒരു കാര്യം. ഇതാണ് മനുഷ്യൻ ചിന്തിക്കുന്ന രീതി. മനുഷ്യരെങ്ങനെയാണ് ചിന്തിക്കുക? എനിക്ക് 10,000 കാര്യമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല. എനിക്ക് 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് 10 കുട്ടികളുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണോ നിൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റുന്നത്? മൂത്ത കുട്ടി വന്ന് എന്തെങ്കിലും അപ്പനോട് ചോദിക്കുക, അപ്പം എനിക്കിത് വേണം, എടാ 9 എണ്ണത്തിൻ്റെ കാര്യം എനിക്ക് നോക്കണം, അതിൻ്റെ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഇതാണ് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന രീതി. എന്നാൽ ദൈവം അങ്ങനെയല്ല. നീ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണ് ദൈവം നോക്കണത്. യു ആർ യുണീക്ക്. നിൻ്റെ സ്ഥാനത്ത് ദൈവം ഒരാളെപ്പോലും കാണാൻ ദൈവത്തിന് പറ്റില്ല. നിൻ്റെ സ്ഥാനത്തും ദൈവത്തിന് ഒരാളെപ്പോലും കാണാൻ പറ്റില്ല. സങ്കീർത്തനം 139:14, ദൈവം എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അത്ഭുതകരമായിട്ടാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-27 തിരുവചനം, അവിടെ നല്ല ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം എന്നെയും നിന്നെയും നോക്കുന്ന രീതി ഇതാണ്. വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ദൈവം നോക്കുന്നത്.
ഈ ദൈവം ഒരിക്കലും ടയർഡാവുന്നില്ല. നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മടുക്കും അല്ലേ? നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടില്ല, എന്നെ കൊണ്ട് മറ്റേ ആൾ മടുത്തുണ്ടാവും. എത്ര പ്രാവശ്യം ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്, കടം ചോദിക്കാൻ ചെല്ലുന്നത്, അയാൾ മടുത്തുണ്ടാവും. എത്ര പ്രാവശ്യം ഞാൻ അയാളോട് ഓരോ സഹായം ചോദിച്ചു ചെല്ലുന്നത്, അയാൾ മടുത്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയാണ് ചിന്തിക്കുക. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ദൈവം ഒരിക്കലും ഒരു പ്രാവശ്യം പോലും നിന്നെ ഓർത്ത് മടുത്തിട്ടില്ല. നീ സഹായം ചോദിക്കുന്ന ഓർത്ത് ദൈവം മടുത്തിട്ടില്ല. നീ കടം ഇളവ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് മടുത്തിട്ടില്ല. നിൻ്റെ സാന്നിധ്യം അവിടത്തേക്ക് മടുത്തിട്ടില്ല. കാരണം നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. ഇനി ചിന്തിച്ചേ, ഒരാൾക്കും ദൈവം വാതിൽ തുറന്നു കൊടുക്കാത്തതുപോലെയാണ് നിനക്ക് വഴി തുറക്കാൻ പോകുന്നത്. വേറൊരാൾക്ക് വഴി തുറന്നു, എനിക്ക് തുറന്നു കിട്ടിയില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് പരാതിപ്പെടണ്ട. അയാൾക്ക് തുറന്നു കൊടുത്തതുപോലെ ആയിരിക്കില്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. കാരണം ഞാനും നിങ്ങളും യുണീക്കാണ്. അപ്പം നിനക്ക് ദൈവം തുറന്നു തരുന്ന ഒരു വഴിയുണ്ട്. ആ വഴി നാം അങ്ങനെ ദൈവം തുറക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. മൂന്നാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വളർച്ചയുടെ സമയമാണ്. ഈ വാതിൽ അടഞ്ഞു കിടക്കുന്ന സമയമുണ്ടല്ലോ, ഈ ഒരു വാതിലും കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയമുണ്ടല്ലോ, അത് വലിയ വളർച്ചയുടെ സമയമാണ്. നമ്മുടെ ആത്മീയ വളർച്ച എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ദൈവം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ അടഞ്ഞ വാതിലുകളൊക്കെ തന്നെ, ചെങ്കടലൊക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എൻ്റെയും നിങ്ങളുടെയും ആത്മീയമായ വളർച്ചയ്ക്ക്. നിങ്ങൾ വിഷമിക്കരുത്. അത് കാരണം വാതിലടഞ്ഞു പോയി, ആരും സഹായിക്കാനില്ല, ആരും രക്ഷിക്കാനില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്ന് മുട്ടി നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു ഇതിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആരും തകർന്നോ തളർന്നോ പോകേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 34-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം, നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, എന്നാൽ കർത്താവ് അവനെ രക്ഷിക്കും. ദാവീദ് വലിയ വിശ്വാസത്തോടു കൂടി എഴുതി ഇങ്ങനെ, സങ്കീർത്തനം 121 1-ാമത്തെ തിരുവചനം, മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇത് മനുഷ്യൻ അനുഭവിക്കുന്നത് ഇങ്ങനെ ഒരു ഡെഡ് എൻഡിൽ എത്തുമ്പോഴാണ്. എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. നമ്മൾ സാധാരണ ആരുടെ അടുത്ത് പോയി സഹായം ചോദിക്കുക? നമുക്കൊരു പ്രശ്നം ഉണ്ടായി, നമ്മളറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് പങ്കുവയ്ക്കും, മനുഷ്യരുടെ അടുത്ത് പങ്കുവയ്ക്കും, പ്രിയപ്പെട്ടവരുടെ അടുത്ത്, മാതാപിതാക്കളുടെ അടുത്ത്, സഹോദരൻ്റെ അടുത്ത്, ഭാര്യയുടെ അടുത്ത്. ഇതൊന്നും വേണ്ടെന്നല്ല, ആരുടെ അടുത്ത് മാത്രം ഈ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധ്യതയില്ല? ദൈവത്തിൻ്റെ അടുത്ത്. എന്നാൽ ഡെഡ് എൻഡ് എത്തുമ്പോഴുണ്ടല്ലോ, ഒരു വഴിയും തുറക്കാത്തൊരു സമയം എത്തുമ്പോഴുണ്ടല്ലോ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ എത്തുമ്പോഴുണ്ടല്ലോ, അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക. ആ സമയം ദൈവം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടപെടുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ചയുടെ സമയമാണ്. എനിക്കറിയാം, ഞാൻ നെസ്റ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. നെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡി അഡിക്ഷൻ സെൻ്ററാണ് തൃശ്ശൂർ രൂപതയുടെ. മദ്യമയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബം തകർന്ന് തരിപ്പണമായിട്ടുള്ള കുടുംബങ്ങൾ എനിക്കറിയാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു മകനെ എനിക്കറിയാം, അവൻ്റെ വിദേശ രാജ്യത്താണ് അവന് ജോലി. അവൻ്റെ പേരും സ്ഥലമൊന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് വിദേശ രാജ്യത്ത് ജോലി ഉണ്ടാകും. എല്ലാം കുടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ്റെ ഭാര്യ വേറെ സ്ഥലത്ത്, അവൻ വേറെ സ്ഥലത്ത്, അവൻ്റെ മക്കൾ വേറെ സ്ഥലത്ത്. അങ്ങനെയൊക്കെ ആയി ജീവിക്കുന്ന മകൻ ഒരു ഡെഡ് എൻഡാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ മുന്നിൽ ഒന്നും കാണുന്നില്ല. അവൻ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീതിമാൻ്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവൻ പാപം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവ് നിന്നെ നോക്കുന്നത് യുണീക്കായിട്ടാണ്. നീ എത്ര വലിയ പാപിയായിരുന്നാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കാണുന്നത് നീ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കർത്താവ് നിന്നെ കാണുന്നത്. അപ്പം ഇവനെ കർത്താവ് അങ്ങനെ കണ്ട് ഇപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം അങ്ങനെ തുറന്നു വരികയാണ്. പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അവനും കുടുംബത്തിനും എല്ലാം ഒരുമിച്ച് ജീവിക്കാനും, വേറൊരു സ്ഥലത്തേക്ക് പോകാനും, ഒരു ജോലി കിട്ടി അവിടെ ജീവിക്കാനും ഒക്കെ ഉള്ളൊരു വാതിലിങ്ങനെ തുറന്ന് വരികയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവൻ എന്നെ വിളിച്ച് പറയായിരുന്നു, അച്ഛാ അതിങ്ങനെ ശരിയായി, ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശരിയായി വരികയാണ്. ഞാൻ പറഞ്ഞു, മോനെടാ, നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീ ഇത് ഉപയോഗിക്കണം. നിൻ്റെ സമ്പത്ത് വളരുന്നു, മക്കൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നു, അങ്ങനെ മാത്രം ചിന്തിക്കരുത്. ഒരു ഡെഡ് എൻഡിൽ നീ എത്തി, നിൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പോഴാണ് കർത്താവ് അവനെ വാതിലങ്ങ് തുറന്നു വിടുന്നത്. ഇത് നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് നീ കാരണമാക്കണം. നാലാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വാതിലുകൾ തുറക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ?
വാതിൽ തുറക്കാൻ കർത്താവിന് ആഗ്രഹമില്ലാണ്ടല്ല. അതിന് ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഉത്കണ്ഠകളും പേടിയുമാണ്. കർത്താവ് ബൈബിളിൽ ഏറ്റവും അധികം പ്രാവശ്യം പറഞ്ഞേക്കണത് തന്നെ പേടിക്കണ്ട, പേടിക്കണ്ട. ഇതങ്ങ് വിശ്വസിക്കുക, പേടിക്കണ്ട. കർത്താവ് പറയാ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ ഈശോ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞ ഭയപ്പെടണ്ട, പേടിക്കണ്ട. ശിഷ്യന്മാരെ കണ്ടപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, ഭയപ്പെടണ്ട. കർത്താവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭയപ്പെടണ്ട. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രലോഭനം എന്താണെന്നറിയാം? ഈ ഭയവും ഉത്കണ്ഠയാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ ഉത്കണ്ഠപ്പെടണ്ട. ഉത്കണ്ഠ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകുലപ്പെട്ടതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഉത്കണ്ഠപ്പെടല്ലേ എന്ന് കർത്താവിൻ്റെ വചനം പറയാം. യെശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാം. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നവനും. സമുദ്രത്തിൽ വഴിവെട്ടിയത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇനി പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്നത് വേറൊരു സ്ഥലത്ത് അങ്ങനെ കാണുന്നുണ്ട്. ജോഷയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകാണ്. ഞാൻ കണ്ടിട്ടില്ല ജോർദാൻ നദി, എങ്കിലും ഞാനിങ്ങനെ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് നദി കരകവിഞ്ഞൊഴുകിയ അനുഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 2018-ഉം ഇപ്പോൾ ഈ വർഷവും ഒക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കരകവിഞ്ഞൊഴുകുന്നത്, എൻ്റെ വീടിൻ്റെ തൊട്ട് പിന്നിൽ പുഴയാണ്. അതുകൊണ്ട് മഴ പെയ്ത് വെള്ളം ഒഴുകുന്നത്, കരകവിഞ്ഞൊഴുകുന്നതൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം കാഴ്ചകളാണ്. അങ്ങനെ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി എത്ര വലുപ്പമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്രയെങ്കിലും ആവട്ടെ, കർത്താവിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ട് വാഗ്ദാന പേടകം വന്ന് നിൽക്കുന്ന ആ സമയം നീ ഉത്കണ്ഠപ്പെടണ്ട, നിനക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും. ജോർദാൻ നദി വളരെ സിമ്പിളായിട്ട് അവർ കിടക്കുകയാണ്. പെരുവെള്ളത്തിൽ പാത ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ജെറമ്യയുടെ പുസ്തകം 32-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ട്. നീ പേടിക്കല്ലേ, നീ ഉത്കണ്ഠപ്പെടല്ലേ, എന്തും സാധ്യമാണ് എനിക്ക്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ടിരിക്കുന്ന, തകർന്നുപോയ ഹൃദയമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് കർത്താവ് പറയുന്നത് എന്നാ? സങ്കീർത്തനം 34:18, തകർന്ന ഹൃദയത്തിന് ദൈവം സമീപസ്ഥനാണ്. നീ ആകെ മുറിവേറ്റ് തകർന്നിരിക്കുകയാണോ? വഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? നീ ഓർക്കണം, എല്ലാം സാധ്യമായ ദൈവം നിൻ്റെ തൊട്ട് സമീപത്ത് ഉണ്ട്. 5-മതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ദൈവം ഇടപെടും. എനിക്ക് പറ്റാത്തൊരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ആരിടപെടും? ദൈവം ഇടപെടും. ഇതാണ് നമ്മുടെ വിശ്വാസം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ ഒരു വരവുണ്ട്. ഏലിയ പ്രവാചകൻ വന്ന് അവിടെ മഴയൊന്നും ഇല്ലാത്ത ഒരു സമയം, ആദ്യം തന്നെ അദ്ദേഹം പറയാം മഴ പെയ്യില്ല എന്നങ്ങ് പറഞ്ഞ് പ്രവചനം നടത്തുകയാണ്. പിന്നെ മഴ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുകൊടുത്തത് കാക്കകളാണ്. ഭക്ഷണം കിട്ടാനില്ല, നിനക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് കർത്താവിന് അറിയാം. കർത്താവ് എന്ത് ചെയ്തു? കാക്കകൾ വിട്ടു. നമുക്ക് പറ്റാത്തൊരു കാര്യം വരുമ്പോൾ അതിലപ്പുറം ചെയ്യാൻ കഴിവുള്ള ദൈവം കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. കാക്കകൾ വന്ന് അപ്പം കൊണ്ടുകൊടുക്കുക, എവിടെയെങ്കിലും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. കാക്കകൾ സാധാരണ എല്ലാ വേസ്റ്റും തിന്നുന്ന ആളുകളാണ്. ഇപ്പോൾ കാക്ക കൊണ്ടുവന്ന് വേസ്റ്റായിട്ടുള്ള അപ്പമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏലേക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബെസ്റ്റ് അപ്പം കിട്ടണം. അപ്പോൾ എവിടെന്നോ നല്ലൊരു അപ്പം ഒരു കാക്കയുടെ ചുണ്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ കാലിലെത്തിക്കാൻ ദൈവം അങ്ങ് ഇടയാക്കി. കർത്താവ് പറഞ്ഞില്ലേ, നീ പോയി ചൂണ്ടയിടുക പത്രോസേ. ചൂണ്ടയിട്ടു. ആ ചൂണ്ട വലിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ അതിൻ്റെ വായ തുറക്കുക. വായ തുറന്നു നോക്കി, അതിലൊരു നാണയം കാണാം. എടുത്തു, നാണയമുണ്ട്, അതെടുത്തു. നിനക്കും എനിക്കുള്ള ടാക്സ് നീ പോയി അടയ്ക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന് അസാധ്യമായി, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ കർത്താവ് ഇടപെടും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. ഒരു വിധവയുടെ അടുത്തേക്ക് ഏലീഷ അയക്കപ്പെടുകയാണ്. ആ വിധവ ഏലീഷയുടെ അടുത്ത് വന്ന് പറയാം, അങ്ങയുടെ ദാസൻ, അതായത് ഈ വിധവയുടെ ഭർത്താവ്, അങ്ങയുടെ ദാസൻ എങ്ങനെ ഭക്തിയോടെ ജീവിച്ചിരുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ മരിച്ചുപോയി. അവൻ്റെ കടം മൂലം, അവൻ വാങ്ങിയ കടം മൂലം വലിയ പ്രശ്നത്തിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുക. ഭയങ്കര കടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണം.
എലീഷ പറയാ, ഇത് ആ സ്ത്രീയുടെ എല്ലാ ലിമിറ്റും കഴിഞ്ഞു, ഇനി ആ സ്ത്രീക്കൊന്നും ചെയ്യാനില്ല. ആ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ദൈവം ഇടപെടും, ദൈവം ഒരു വാതിൽ തുറക്കും. എലീഷ പറഞ്ഞു, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ കുറച്ച് ഭരണിയിൽ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാം, നീ അയൽപക്കത്ത് ചെന്ന് എല്ലാ അയൽപക്കക്കാരുടെ അടുത്തും ചെന്നിട്ട് ജാറ് വാങ്ങി വരിക, ഭരണി വാങ്ങി വരിക, പാത്രം വാങ്ങി വരിക. അങ്ങനെ എല്ലാ പാത്രങ്ങളും വാങ്ങി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എലീഷ പറഞ്ഞു, നീ ഇനി ആ എണ്ണ അങ്ങ് ഒഴിക്കുക. ഓരോ പാത്രം ഒഴിച്ചു, ആ ഓരോന്നും ഫില്ലായിക്കൊണ്ടിരുന്നു. ഒരു പാത്രം ഒഴിച്ചു, അടുത്ത പാത്രം ഒഴിച്ചു, അടുത്ത പാത്രം ഒഴിച്ചു. അങ്ങനെ എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, മക്കളോട് പറയാം, മോനെ ഇനി പാത്രം വലുതുണ്ടോ? പറഞ്ഞു, പാത്രമൊന്നുമില്ല, അയൽക്കാരുടെ എല്ലാ പാത്രവും വാങ്ങി. അപ്പോൾ എലീഷ ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് ഈ എണ്ണ അങ്ങ് വിൽക്കുക, എന്നിട്ട് നിൻ്റെ കടം വീട്ടുക, ബാക്കിയുള്ള പൈസ കൊണ്ട് നീ സമാധാനമായിട്ട് ജീവിക്കുക. അപ്പോൾ ദൈവത്തിന്, എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഇന്നലെ ദൈവം ഈ അടഞ്ഞ വാതിൽ തുറന്നെങ്കിൽ, ഈ സ്ത്രീയുടെ ജീവിതത്തിലെ കടബാധ്യതയിൽ, പ്രശ്നത്തിൽ, ഒരടഞ്ഞ വാതിൽ, നിനക്ക് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒരടഞ്ഞ വാതിലിൽ ദൈവം ഇടപെട്ടെങ്കിൽ, ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ ദൈവപുത്രനായ ക്രിസ്തു, നമ്മുടെ കർത്താവ്, ഇടപെടാതിരിക്കുമോ? ഒരിക്കലുമില്ല. ഇനി നിനക്ക് പറ്റാത്ത പ്രലോഭനങ്ങളൊന്നും അവിടെ നിന്ന് തരില്ല. അടുത്തായിട്ട് നിനക്ക് പറ്റാത്ത പ്രലോഭനങ്ങൾ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം, മനുഷ്യസാധാരണമല്ലാത്ത യാതൊരു പ്രലോഭനവും നിങ്ങൾ നേരിട്ടിട്ടില്ല. നിങ്ങൾക്ക് പറ്റാത്തൊരു പ്രലോഭനവും ദൈവം അനുവദിക്കില്ല. ദൈവം ഒരു പ്രലോഭനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിജീവിക്കാൻ വേണ്ട ശക്തിയും കർത്താവ് നിനക്ക് തരും. റോമലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം, നിൻ്റെ ബലഹീനതയിൽ കർത്താവ് നിന്നെ സഹായിക്കും. നിൻ്റെ ബലഹീനതയിൽ കർത്താവ് നിന്നെ സഹായിക്കും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, ഈ സഹനങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കി തരുന്നത്? നമുക്ക് ശക്തി ഉണ്ടാക്കി തരാം. നിനക്ക് പൂർണ്ണത കൈവഴുന്ന് ശക്തിപ്പെടുത്തി, കർത്താവ് ബലപ്പെടുത്തി നിന്നെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള മക്കളെ, സഹോദരങ്ങളെ, കർത്താവ് വാതിൽ തുറക്കും. നിൻ്റെ ബലഹീനതയിൽ ആത്മാവ് ശക്തിയായി വരും.